യുവസന്യാസിനിയുടെ മാതാപിതാക്കളുടെ വിവാഹ രജത ജൂബിലി ആഘോഷം പ്രൊവിൻഷ്യൽ ഹൌസിൽ ഒരുക്കിയ SH സന്യാസിനി സമൂഹത്തിന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടി. ബൈക്ക് അപകടത്തിൽ യുവസന്യാസിനി സിസ്റ്റർ അലീനയുടെ ഏക സഹോദരൻ മരണമടഞ്ഞപ്പോൾ സന്യാസ ജീവിതം ഉപേക്ഷിക്കുവാൻ സിസ്റ്ററിന് സമ്മർദ്ദം ഏറിയെങ്കിലും സന്യാസിനിയെ തന്നെ തുടരാൻ സിസ്റ്റർ അലീന ഉറച്ച തീരുമാനം കൈക്കൊണ്ടു. മകൻ മരിച്ച സാഹചര്യത്തിലും മകൾ സന്യാസിനിയായതിനാലും ജൂബിലി ആഘോഷം വേണ്ടെന്ന് വെച്ച മാതാപിതാക്കളെ സ്വന്തം കുടുംബമായി കണ്ട് ചേർത്ത് പിടിച്ച് ജൂബിലി ആഘോഷം അവിസ്മരണീയമാക്കി മാറ്റിയിരിക്കുകയാണ് തിരുഹൃദയ സന്യാസിനിമാർ. ജീവിതത്തിന്റെ ഏകാന്ത അവസ്ഥയിലും മകളുടെ സമർപ്പിത ജീവിതത്തെ പുലുകാനുള്ള തീരുമാനം പൂർണ്ണ മനസ്സോടെ യെസ് പറഞ്ഞ മാതാപിതാക്കൾക്ക് അവസ്മരണീയമായ രജത ജൂബിലി ആഘോഷമൊരുക്കി തലശ്ശേരി അതിരൂപതയിലെ തൊണ്ടിയിലെ തിരുഹൃദയ സന്യാസിനി സമൂഹം. കണ്ണൂർ ജില്ലയിലെ പുലിക്കുരുമ്പ സ്വദേശികളായ ബെസി തോമസിനും ഡോളിക്കും 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അലീന, അലൻ. സമർപ്പിത ജീവിതമെന്ന തന്റെ ജീവിത സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ അലീന തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൽ ചേർന്നപ്പോൾ ഓട്ടോമൊബൈൽ കോഴ്സായിരുന്നു അലൻ തെരഞ്ഞെടുത്തത്. ഓട്ടോമൊബൈൽ കോഴ്സിന്റെ പരീക്ഷാഫലം കാത്തിരിക്കുമ്പോൾ 2019 ഒക്ടോബർ 29 മണ്ഡലം പള്ളിക്ക് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിൽ അലൻ മരിച്ചു. അലന്റെ മരണശേഷം കുടുംബത്തിൽ മക്കളായി സിസ്റ്റർ അലീന മാത്രം അവശേഷിച്ചപ്പോൾ സന്യാസി ജീവിതം ഉപേക്ഷിക്കുവാൻ സമ്മർദ്ദം ഏറുകയായിരുന്നു. നിത്യവ്രതം ചെയ്യാത്ത സാഹചര്യത്തിൽ സന്യാസി ജീവിതം ഉപേക്ഷിച്ച അലീനയ്ക്ക് വീട്ടിലേക്ക് തിരികെ പോകാൻ സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ സിസ്റ്റർ അലീന അതിനു തയ്യാറായില്ല. തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ ഭാഗമായി തുടരാൻ സിസ്റ്റർ അലീന ഉറച്ച തീരുമാനം കൈക്കൊണ്ടപ്പോൾ മാതാപിതാക്കളും മകളുടെ തീരുമാനത്തിനൊപ്പം നിന്നു. ഇതിനിടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തിയ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഡോക്ടർ ട്രീസ പാലക്കലാണ് മാതാപിതാക്കളുടെ രജത ജൂബിലി വർഷത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. മകൻ മരിച്ച സാഹചര്യത്തിലും മകൾ സന്യാസിനി ആയതിനാലും ജൂബിലി ആഘോഷം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണെന്ന് സിസ്റ്റർ മനസ്സിലാക്കി. മകനില്ലെങ്കിൽ മകളുള്ള സന്യാസഭവനം അവളുടെ അമ്മ വീടാണെന്ന ബോധ്യവുമായി സിസ്റ്റർ ട്രീസ പാലക്കൽ ജൂബിലി ആഘോഷം പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ച് നടത്താൻ തീരുമാനമെടുത്തു. സഹപ്രവർത്തകരോട് പങ്കുവച്ചപ്പോൾ എല്ലാ സന്യാസിനിമാരും ആ തീരുമാനം സന്തോഷത്തോടെ ഏറ്റെടുത്തു. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേർന്നതോടെ പ്രൊവിൻഷ്യൽ ഹൗസ് ജൂബിലി ആഘോഷത്തിന് വേദിയായി മാറുകയായിരുന്നു. പ്രൊവിൻഷ്യൽ ഹൗസ് ചാപ്പലിൽ നടന്ന കൃതജ്ഞതാ ബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന അനുമോദന സമ്മേളനം പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയ വികാരി റവറന്റ് ഡോക്ടർ തോമസ് കൊച്ചുകാരോട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഡോക്ടർ ട്രീസ പാലക്കൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോർജ് തെക്കുംചേരി, ഇടവക കോർഡിനേറ്റർ ജോജോ കൊട്ടാരംകുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. മാംഗ്ലൂർ സെന്റ് ആൻസ് കോളേജിലെ 2ാം വർഷ BSU വിദ്യാർത്ഥിനിയാണ് സിസ്റ്റർ അലീന. ഷക്കേന ന്യൂസ്, കണ്ണൂർ.